ക്ലാസ്സിലെ കൂട്ടുകാരെ എല്ലാവരും വന്നോളൂ. നമുക്ക് പാരലൽ ലൈൻസ് സമാന്തര വരകൾ എന്ന പാഠത്തിൻ്റെ മൂന്നാമത്തെ ഭാഗത്തേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? സമാന്തര വരകൾ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓർത്തു നോക്കുക. ഇനി ആ വരകൾ എങ്ങനെ വരയ്ക്കാം എന്നും പഠിച്ചു. നമ്മൾ അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. സമാന്തര വരകൾ എന്നാൽ എന്താണ്, ഇങ്ങനെയുള്ള വരകൾ പാരലൽ ലൈൻസ് എന്ന ലൈൻസ് നമുക്കെങ്ങനെ വരയ്ക്കാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചു വച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്തുള്ള ആംഗിൾസിനെ കുറിച്ച് പറയും. ഇനി പാരലോഗ്രാമൊക്കെ നമുക്ക് വരയ്ക്കാണ്ട് അതിനു മുമ്പേ നമുക്കിതിനകത്തുള്ള ആംഗിൾസിനെ കുറിച്ച് പഠിക്കാം. ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടിസ്ഥാനമായി അറിയേണ്ട ഒരു കാര്യമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതലായി നിങ്ങളുടെ 8ലും 9ലും 10ലുള്ള ചേട്ടന്മാർ ചേച്ചിമാർക്ക് പോലും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളിത് പഠിച്ചിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകകൂടി ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. നിങ്ങൾക്ക് അത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും. ഈ പാരലൽ ലൈൻസിൻ്റെ നിയമങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ 8ലും 9ലും ഇച്ചിരി പഠിക്കാൻ പുറകോട്ടാണെങ്കിലും 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് തിരിച്ച് പഠിച്ചു കയറി വരാൻ പറ്റും. ഇതിവിടെ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ജ്യാമിതീയ ഭാഗം നിങ്ങളിൽ നിന്ന് അകന്നു പോകും, നിങ്ങൾക്ക് തിരിച്ചു വരാനേ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഈ പറയാൻ പോകുന്ന ആംഗിൾസിനെ വ്യക്തമായി നിങ്ങൾ പഠിച്ചു വയ്ക്കണം. അപ്പം നമുക്ക് തുടങ്ങാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്കുകളൊക്കെ നിങ്ങൾ ചെയ്തോ? ധാരാളം ലൈൻസൊക്കെ വരച്ച് അതിൻ്റെ പാരലായിട്ടുള്ള ലൈൻസൊക്കെ നിങ്ങൾ വരച്ചോ? എല്ലാവരും അത് വരച്ചെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ ലൈൻ ആണ്. ഒരു ലൈനിനെ കുറിച്ചാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വരയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ച് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പേരാണ് ട്രാൻസ്വേഴ്സൽ. ട്രാൻസ്വേഴ്സൽ അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ഇതാണ്. മലയാളം ഛേദകം. എത്രയാണ്? ഛേദകം. ട്രാൻസ്വേഴ്സൽ അല്ലെങ്കിൽ ഛേദകം വളരെ പ്രധാനപ്പെട്ടൊരു വരയാണ്. ട്രാൻസ്വേഴ്സൽ അല്ലെങ്കിൽ ഛേദകം. പുസ്തകത്തിൽ ആ പേര് ഒരുപക്ഷെ കാണത്തില്ല, പക്ഷേ ആ വരയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വരയുടെ യഥാർത്ഥ പേര് ട്രാൻസ്വേഴ്സൽ അല്ലെങ്കിൽ ഛേദകം എന്നാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് രണ്ട് സമാന്തര വര, അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ സമാന്തര വര, അങ്ങനെയുള്ള വരകളെ തമ്മിൽ ബന്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഖണ്ഡിച്ചുകൊണ്ട് കടന്നു പോകുന്ന, ഇങ്ങനെ പോകുന്ന പ്രകാരമുള്ള ഈ കുറുകെ പോകുന്ന ഈ വര, ഇങ്ങനെയുള്ള വരകളെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സൽ അല്ലെങ്കിൽ ഛേദകം. ട്രാൻസ്വേഴ്സൽ അല്ലെങ്കിൽ ഛേദകം എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ സമാന്തര വരകളെ ഖണ്ഡിച്ചു കൊണ്ടുപോകുന്ന വരകൾ. രണ്ടോ അതിലധികമോ സമാന്തര വരകളെ ഖണ്ഡിച്ചു കൊണ്ടുപോകുന്ന വരകൾ. ഇന്റർസെക്റ്റ് ലൈൻ ഓഫ് 2 or more parallel lines. ഇന്റർസെക്റ്റ് ലൈൻ ഓഫ് 2 or more parallel lines. രണ്ടോ അതിലധികമോ സമാന്തര വരകളെ ഖണ്ഡിച്ചു കൊണ്ടുപോകുന്ന വരകളെ ഛേദകം അഥവാ ട്രാൻസ്വേഴ്സൽ എന്ന് വിളിക്കാം. ട്രാൻസ്വേഴ്സൽ പഠിച്ചാലേ നമുക്കിനി അവിടുത്തെ ആംഗിൾസിനെ കുറിച്ച് പഠിക്കാൻ പറ്റൂ. അപ്പം ട്രാൻസ്വേഴ്സൽ അഥവാ ഛേദകം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ അതിലധികമോ സമാന്തര വരകളെ തമ്മിൽ ഖണ്ഡിച്ചുകൊണ്ട് പോകുന്ന വരകളാണ് ട്രാൻസ്വേഴ്സൽ അല്ലെങ്കിൽ ഛേദകം. മലയാളത്തിൽ പറഞ്ഞു, ഇനി ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഇന്റർസെക്റ്റ് ലൈൻ ഓഫ് 2 or more parallel lines. That lines are called transversal. അത് നമുക്ക് നോട്ട് എഴുതിയെടുക്കണം കേട്ടോ. ആ നോട്ടൊന്ന് എഴുതിയെടുത്തോളൂ. അപ്പം ഇതാണ് ഈ പടം. ജസ്റ്റ് ഒന്ന് വരച്ചോളൂ. ഈ പടം ഒന്ന് വരച്ചിട്ട് നോട്ട് എഴുതണം. രണ്ടോ അതിലധികമോ സമാന്തര വരകളെ
കണ്ണിച്ചു കൊണ്ടുപോകുന്ന വരകൾ. കണ്ണിച്ചു കൊണ്ട് പോകുന്ന വരകൾ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ്വേഴ്സൽ. ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക. രണ്ടോ അതിലധികമോ സമാന്തര വരകളെ കണ്ണിച്ചു കൊണ്ടുപോകുന്ന വരകൾ, അതിൻ്റെ പേരാണ് ട്രാൻസ്വേഴ്സൽ അല്ലെങ്കിൽ ചേതകം. ഇംഗ്ലീഷ് എങ്ങനെ എഴുതാം? ഇന്റർസെക്ട് അല്ലല്ലോ, an intersect line of two or more parallel lines. An intersect line of two or more parallel lines. രണ്ടോ അതിലധികമോ സമാന്തര വരകളെ കണ്ണിച്ചു കൊണ്ടുപോകുന്ന വരകൾ, അതിന് വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സൽ അല്ലെങ്കിൽ ഛേദകം. എന്താണ്? ട്രാൻസ്വേഴ്സൽ അല്ലെങ്കിൽ ഛേദകം. ഇതിലാണ് ട്രാൻസ്വേഴ്സൽ അല്ലെങ്കിൽ ഛേദകം. കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. രണ്ട് വര, ഒരു വര, ഇവിടെ പി ക്യു എന്ന പേര്. അപ്പോൾ പി ക്യു എന്താണ്? പി ക്യു ഈസ് ട്രാൻസ്വേഴ്സൽ. പി ക്യു ഈസ് ട്രാൻസ്വേഴ്സൽ അല്ലെങ്കിൽ എന്താ? ഛേദകം. പി ക്യു ട്രാൻസ്വേഴ്സൽ അല്ലെങ്കിൽ ഛേദകം. അപ്പം ഇങ്ങനെയുള്ള വരകളിലും നമുക്ക് ഛേദക വരകൾ ഉണ്ടാകാം. ഇപ്പോൾ രണ്ട് സമാന്തര വരകൾ ഇങ്ങനെ വരച്ചിരിക്കും. എ ബി, ഇത് എ ബി എന്ന് പറയുന്നത് എന്താണ്? എ ബി ഈസ് ട്രാൻസ്വേഴ്സൽ. എ ബി ഈസ് ട്രാൻസ്വേഴ്സൽ ആണോ? ഇതെല്ലാം ട്രാൻസ്വേഴ്സലാണ്. രണ്ട് പാരലായിട്ടുള്ള ലൈൻസുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന, കണ്ണിച്ചുകൊണ്ട് പോകുന്ന എല്ലാ ലൈൻസിനെയും നമുക്ക് ഛേദകം എന്ന് വിളിക്കാം. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇങ്ങനെയുള്ള രൂപങ്ങളെ നമ്മൾ സാമാന്തരികം അല്ലെങ്കിൽ പാരലോഗ്രാം എന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് വരയ്ക്കാൻ മാത്രമാണ് പഠിക്കാത്തത്. ഇത് വരയ്ക്കാൻ നമ്മൾ ഈ ആംഗിൾസ് കൂടി പഠിച്ചതിന് ശേഷം വരയ്ക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് അത് പാരലോഗ്രാം വരയ്ക്കുന്നത് അവസാന ഭാഗത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ആംഗിൾസിൻ്റെ ബന്ധം കൂടി പഠിച്ചതിന് ശേഷം ആകുമ്പോൾ ഇച്ചിരി എളുപ്പമുണ്ട് വരയ്ക്കാൻ. അല്ലാതെ പുസ്തകത്തിൽ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് സമാന്തരികം വരയ്ക്കാനാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. സെറ്റ് സ്ക്വയർ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റും. കാരണം സെറ്റ് സ്ക്വയറിൻ്റെ ആ വെർട്ടെക്സ് വെച്ചാണ് അവർ വരയ്ക്കുന്നത്. ആ വെർട്ടെക്സ് നമ്മുടെ സെറ്റ് സ്ക്വയറിൻ്റെ ഒരിക്കലും കറക്റ്റ് ആകത്തില്ല. അത് ഇച്ചിരി മടങ്ങിയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആംഗിൾ വെച്ച് വരയ്ക്കാൻ പഠിക്കാം. ആംഗിൾ വെച്ച് വരയ്ക്കാൻ പഠിച്ചാൽ പിന്നെ നിങ്ങളത് മറക്കത്തില്ല, അത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ആംഗിൾസിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം നമുക്ക് പാരലോഗ്രാം വരയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ പേര് എ ബി സി ഡി എന്ന് കൊടുക്കാം. ഇതൊരു പാരലോഗ്രാമാണ്. എ ബി സി ഇവിടെ എ ബിയും സി ഡിയും പാരലാണ്. എ ബിയും സി ഡിയും പാരലാണ്. അപ്പോൾ എ ബിയും സി ഡിയും പാരലാണെങ്കിൽ ഇവിടെ രണ്ട് ട്രാൻസ്വേഴ്സലുണ്ട്. ഏതൊക്കെയാണ്? എ ബിയെയും സി ഡിയെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു പാരലാണ്, ഒരു ട്രാൻസ്വേഴ്സലാണ് എ ഡി, മറ്റൊരു ട്രാൻസ്വേഴ്സലാണ് ബി സി. അപ്പം ഇവിടെ എ ഡി ഈസ് ട്രാൻസ്വേഴ്സൽ, BC is transversal. BC is transversal. ഇവിടെ നമുക്ക് രണ്ട് ട്രാൻസ്വേഴ്സൽ ആണുള്ളത്. ആരൊക്കെയാണ്? എ ഡിയും ബി സി. ഏതൊക്കെ വെച്ച് നോക്കുമ്പം എ ബി പാരലൽ സി ഡി. എ ബിയും സി ഡിയും സമാന്തരമാണെങ്കിൽ, എ ബിയും സി ഡിയും സമാന്തരമാണെങ്കിൽ എ ബിയും സി ഡിയും
എ ബിയും സി ഡിയും സമാന്തരമായാൽ എ ഡിയും ഛേദകമാണ്, ബി സിയും ഛേദകമാണ്. എ ബിയും സി ഡിയും പാരലായാൽ എ ഡിയും ട്രാൻസ്വേഴ്സലാണ്, ബി സിയും ട്രാൻസ്വേഴ്സലാണ്. ഇതിനെ നമുക്ക് തിരിച്ചു വേണമെങ്കിലും പറയാം. എ ഡി ആൻഡ് ബി സി പാരലൽ. എ ഡിയും ബി സിയും സമാന്തരമാണ്. എ ഡിയും ബി സിയും സമാന്തരം. അപ്പൊ എ ഡിയും ബി സിയും സമാന്തരമാകുമ്പോൾ മക്കളെ ഏതൊക്കെയാണ് അവിടുത്തെ ഛേദകമായി വരുന്നത്? എ ഡിയും ബി സിയും സമാന്തരമാണെങ്കിൽ ഏതൊക്കെയാണ് ഛേദകമായി വരുന്നത്? എ ഡിയും ബി സിയും സമാന്തരമായാൽ ഛേദകം എ ബി, അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വര, അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വര. അപ്പൊ എ ബി, പിന്നൊന്ന് ബി സി. ഏതാണ്? എ ബി സി. അപ്പം എ ബിയും എ ഡിയും ബി സിയും പാരലാണെങ്കിൽ ആരൊക്കെയാണ് ഛേദകമായി വരുന്നത്? ആരൊക്കെയാണ് ഛേദകമായിട്ട് വരുന്നത്? എ ബിയും ഡി സിയും. ആരൊക്കെയാണ്? എ ബിയും ഡി സിയും. അവിടെ എ ബി ആൻഡ് ഡി സി ആർ ട്രാൻസ്വേഴ്സൽസ്. ട്രാൻസ്വേഴ്സൽ എന്താണെന്ന് നല്ലോണം മനസ്സിലായോ? രണ്ട് പാരലൽ ലൈൻസിനെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന വരകളാണ് ട്രാൻസ്വേഴ്സലുകൾ. ആ നോട്ടുകൾ എഴുതിയെടുക്കുക, ഒരു പാരലോഗ്രാം ഇതുപോലത്തെ പടങ്ങൾ വരച്ചിട്ട് അതിലെല്ലാം ട്രാൻസ്വേഴ്സൽ എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ പടങ്ങൾ വരച്ചിട്ട് പാരലായിട്ടുള്ള രണ്ട് വരകൾ വീതം വരച്ചിട്ട് അതിനകത്ത് വരുന്ന ട്രാൻസ്വേഴ്സൽ വരച്ചിടുക. അപ്പോൾ ഈ പടം നമുക്ക് വരയ്ക്കാൻ പറ്റും. ഈ പടം വരച്ചിട്ട് എ ബി പാരലൽ സി ഡി എന്ന് ആദ്യം എഴുതുക. എ ബി പാരലൽ സി ഡി മേളിലും താഴെ. അപ്പോൾ എ ഡി ഈസ് ട്രാൻസ്വേഴ്സൽ എന്ന് പറയാം, ബി സി ഈസ് ട്രാൻസ്വേഴ്സൽ എന്ന് പറയാം. അടുത്തത് എ ഡി ആൻഡ് ബി സി ആർ പാരലൽ പറയുമ്പോഴോ എ ബിയും ട്രാൻസ്വേഴ്സൽ പറയാം, ഡി സിയും ട്രാൻസ്വേഴ്സൽ പറയാം. അപ്പം ഇത് നമുക്ക് എന്താ മനസ്സിലായത്? രണ്ട് പാരലൽ ലൈൻസിനെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ലൈൻസുകളെയെല്ലാം നമുക്ക് എന്ത് വിളിക്കാം? ട്രാൻസ്വേഴ്സൽ അല്ലെങ്കിൽ ഛേദകം എന്ന് വിളിക്കാം. ഓക്കെ, ഇവിടെ ട്രാൻസ്വേഴ്സൽ. ഇനി നോക്കൂ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ആംഗിളാണ്, അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആംഗിളാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. ഏത് ആംഗിളാണ്? കറസ്പോണ്ടിങ് ആംഗിൾസ്. വിളിക്കുന്ന പേര് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. കറസ്പോണ്ടിങ് എഴുതിയെടുത്തോണേ. കറസ്പോണ്ടിങ് മലയാളത്തിൽ സമാന കോണുകൾ. സമാന കോണ്. മറ്റൊരു വാക്ക് സമസ്ഥാനീയ കോണ്. സമസ്ഥാനീയ കോണ്. എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ സമാന കോണുകൾ അല്ലെങ്കിൽ സമസ്ഥാനീയ കോണുകൾ. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ്, സമാന കോണുകൾ അല്ലെങ്കിൽ സമസ്ഥാനീയ കോണുകൾ. അപ്പം നമ്മൾ ഇത്തിരി മുമ്പ് പഠിച്ച കാര്യം എന്താണ്? ഈ കോണുകൾ മനസ്സിലാക്കാനാണ് നമ്മൾ തൊട്ടുമുമ്പുള്ള കാര്യം പഠിച്ചത്. എന്താണ്? ഛേദകം അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സൽ. ഛേദകം അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സമാന്തര വരകളെ തമ്മിൽ ബന്ധിപ്പിച്ച് കണ്ണിച്ച് വരയ്ക്കുന്ന വരകളെയാണ് നമ്മൾ ഛേദകം എന്ന് വിളിക്കുന്നത്. ഇന്റർസെക്ട് ലൈൻ, 2 or more parallel lines are called ട്രാൻസ്വേഴ്സൽ. രണ്ട് സമാന്തര രേഖകളെയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമാന്തര രേഖകളെയോ കണ്ണിച്ചുകൊണ്ട് ഇന്റർസെക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന വരകളെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സൽസ് എന്ന്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ സമാന കോണുകൾ. നോക്കൂ, രണ്ട് പാരലൽ. ഇതൊരു ട്രാൻസ്വേഴ്സൽ. ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് എത്ര ആംഗിൾസ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. അങ്ങനെ നമുക്ക് 8 ആംഗിൾസ് ആണ് ഇവിടെ ഉള്ളത്.
രണ്ട് പാരലൽ ലൈന് ഒരു ട്രാൻസ്വേഴ്സൽ കണ്ണിച്ചുകൊണ്ട് അങ്ങ് മേളിലോട്ടും താഴോട്ടുമായി പോവുകയാണെങ്കിൽ നമുക്കവിടെ 8 ആംഗിൾസ് ഉണ്ടാകും. ഈ 8 ആംഗിൾസും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഒന്നാമത്തെ ആംഗിൾ നോക്കൂ, അഞ്ചാമത്തെ ആംഗിൾ നോക്കൂ. ഇതാണ് ആ ഭാഗം, ഞാൻ ഇങ്ങോട്ട് വരയ്ക്കാം. ഒന്നാമത്തെ ആംഗിളും അഞ്ചാമത്തെ. രണ്ട് വരകളിൽ രണ്ട് പാരലൽ ലൈൻസിനും ഒരേ ഭാഗം, രണ്ട് പാരലൽ ലൈൻസിനും ഒരേ ഭാഗം കാണിക്കുന്ന വരകൾ, ഒരേ ഭാഗം കാണിക്കുന്ന ആംഗിൾസ്. ഒന്നാമത്തെ ആംഗിളും അഞ്ചാമത്തെ ആംഗിളും ഒരേ സ്ഥാനം. ഒരേ സ്ഥാനം, ഒരേ സ്ഥാനം എന്ന് പറഞ്ഞാൽ സമസ്ഥാനം. സമസ്ഥാനം എന്ന് പറഞ്ഞാൽ സമാന ഭാഗം. അപ്പം അതിനെയാണ് നമ്മൾ സമാന കോണുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് വിളിക്കും. സമാന കോണുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ രണ്ട് വരകളിലും ഒരേ സ്ഥാനത്ത് വരുന്ന ആംഗിൾ. ഇതാണ് രണ്ട് വരകളിലും ഒരേ സ്ഥാനം. ഏത് സ്ഥാനം? ഒരേ സ്ഥാനം. ആ സ്ഥാനം തെറ്റിക്കില്ല. ഒരേ സ്ഥാനം, സമാന ഭാഗം. അതിനെ വിളിക്കുന്ന പേര് സമാന കോണുകൾ അല്ലെങ്കിൽ സമസ്ഥാനീയ കോണുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പം രണ്ട് വരകളെ, രണ്ട് സമാന്തര വരകളെ ഒരു ഛേദകം ഖണ്ഡിക്കുമ്പോൾ ഒരേ സ്ഥാനങ്ങളിൽ വന്നാൽ അതിൻ്റെ പേര് സമസ്ഥാനീയ കോണുകൾ അല്ലെങ്കിൽ സമാന കോണുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ്. രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ രണ്ടിലും ഒരേ ഭാഗത്ത് വരുന്ന ആംഗിൾസ്. രണ്ടിവിടെ ഉണ്ട്. ഒന്നിന് ഈക്വൽ ഏതാണ്? 5 ആണ്. പക്ഷെ രണ്ടിന് ഈക്വൽ ഏതാണ്? 6 ആണ്. 3ന്റെ ഭാഗം അടിയിലാണ്, അപ്പൊ ഇവിടെ 7 ആണ്. 4 ഇതുപോലെ വലതുവശത്ത് അടിയിലാണ്, ഇവിടെ വലതുവശത്ത് അടിയിലായിട്ട് 8 വരും. അപ്പൊ ഏതൊക്കെ ഈക്വല്? 1 5ന് ഈക്വൽ ആണ്, 2 6ന് ഈക്വൽ ആണ്, 3 7ന് ഈക്വൽ ആണ്, 4 8ന് ഈക്വൽ ആണ്. ഇവയെ വിളിക്കുന്ന പേരാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. എന്തിനാണ്? കറസ്പോണ്ടിങ് ആംഗിൾസ്. മനസ്സിലാക്കുക. വരച്ചിട്ടോ? ഇത് ശ്രദ്ധിച്ചോളൂ. കറസ്പോണ്ടിങ് ആംഗിൾസ് മക്കളെ നമ്മൾ പഠിച്ചതാണ്. ഒന്നാമത്തെ ഈ രണ്ട് വരകളിൽ ഒരു ട്രാൻസ്വേഴ്സൽ അല്ലെങ്കിൽ ഒരു ഛേദകം കട്ട് ചെയ്യുമ്പോൾ, ഛേദകം കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും സമാന്തര വരകളിൽ ഛേദകം കട്ട് ചെയ്യുമ്പോഴാണ് സമസ്ഥാനികൾ, സമാന കോണുകൾ, മറ്റെല്ലാ ആംഗിൾസും അപ്പോഴാണ് ഉണ്ടാകുന്നത്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഒക്കെ ഉണ്ടാകുന്നത് രണ്ട് സമാന്തര വരകളെ, രണ്ടോ അതിലധികമോ സമാന്തര വരകളെ ട്രാൻസ്വേഴ്സൽ അല്ലെങ്കിൽ ഛേദകം കട്ട് ചെയ്യുമ്പോഴാണ് ആംഗിൾസുകൾ ഉണ്ടാകുന്നത്. അപ്പം അതിൽ ഇവിടെ ശ്രദ്ധിക്ക്, ഒന്നാമത്തെ ആംഗിൾ കണ്ടോ? ഈ പൊസിഷൻ, ഒന്നാമത്തെ വരയിലെ പൊസിഷൻ കണ്ടോ? അതേ പൊസിഷനിൽ വരുന്ന അഞ്ചാമത്തെയാണ് താഴത്തെ വരയിൽ. അപ്പോൾ ഒന്നാമത്തെ ആംഗിൾ അഞ്ചാമത്തെ ആംഗിളിന് തുല്യമാണ്. രണ്ടാമത്തെ ആംഗിളോ ആറാമത്തെ ആംഗിളിന് തുല്യമാണ്. മൂന്നാമത്തെ ആംഗിളോ ഏഴാമത്തെ ആംഗിളിന് തുല്യമാണ്. നാലാമത്തെ ആംഗിളിലോ അത് എട്ടാമത്തെ ആംഗിളിന് തുല്യമാണ്. അപ്പം ഇങ്ങനെ ആംഗിൾസ് ഇൻ ദ സെയിം പൊസിഷൻ ഓഫ് പാരലൽ ലൈൻസ് ഈസ് കാൾഡ് കറസ്പോണ്ടിങ് ആംഗിൾസ്. കാരണം കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ആംഗിൾസ് ഇൻ ദ സെയിം പൊസിഷൻ ഓഫ് പാരലൽ ലൈൻസ് ഈസ് കറസ്പോണ്ടിങ് ആംഗിൾസ്. അതോടെ എഴുതിക്കൊള്ളണം. ആംഗിൾസ് ഇൻ ദ സെയിം പൊസിഷൻ ഓഫ് പാരലൽ ലൈൻസ് ഈസ് കറസ്പോണ്ടിങ് ആംഗിൾസ്. Angles in the same position of parallel lines is corresponding angles. സമാന്തര വരകളിൽ സമാന്തര വരകളിൽ ഒരേ ഭാഗത്ത് വരുന്ന കോണുകളാണ് സമാന കോണുകൾ. സമാന്തര വരകളിൽ ഒരേ ഭാഗത്ത് വരുന്ന കോണുകളാണ് സമാന കോണുകൾ. മറ്റൊരു വാക്കെന്താണ്? സമസ്ഥാനീയ കോണുകൾ. അത് നമ്മുടെ പുസ്തകത്തിലില്ല. സമസ്ഥാനീയ കോണുകൾ എന്നൊരു വാക്ക് കൂടി ഇതിനുണ്ട്. ആംഗിൾസ് ഇൻ ദ സെയിം പൊസിഷൻ ഓഫ് പാരലൽ ലൈൻസ് ഈസ് കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, മലയാളത്തിൽ എങ്ങനെ പറയാം? സമാന്തര വരകളിൽ ഒരേ ഭാഗത്ത് വരുന്ന കോണുകളാണ് സമാന കോണുകൾ. ആവർത്തി പറഞ്ഞ് പഠിക്കണം.
പച്ചവെള്ളം പോലെ പഠിക്കണം. കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ സമാന കോണുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴും ഞാൻ പറയുന്നതാണ്, മുതിർന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവിടെ ഇനി നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിക്കാനില്ല. നിങ്ങൾ ഇപ്പോഴാണിത് പഠിക്കുന്നത്. ഈ പഠിക്കുന്ന കാര്യം പക്ഷേ നിങ്ങൾ എന്ന് വരെ ഗണിതശാസ്ത്രം പഠിക്കുന്നോ അന്ന് വരെയും ഉപയോഗിക്കേണ്ട ഒരു നിയമമാണ്. അപ്പോൾ നല്ല ശ്രദ്ധയോടുകൂടി പഠിക്കണം. ആംഗിൾസ് നമുക്ക് തിരിഞ്ഞു പോകരുത്. എങ്ങനെയുള്ള ഭാഗത്ത് വരുന്നതാണ്? സമാന ഭാഗങ്ങളിൽ ഒരേ ഭാഗത്ത് സെയിം പൊസിഷനിൽ ഉണ്ടാകുന്ന കോണുകൾ ആംഗിൾസാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ സമാന കോണുകൾ. അപ്പോൾ ഇത് എക്സാമ്പിളായിട്ട് നമ്മൾ വരച്ച വരയിൽ നോക്കുമ്പോൾ നമുക്കറിയാം, 1 5 തുല്യം, 2 6 തുല്യം, 3 7 തുല്യം, 4 8 തുല്യം. ഇതാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പല രൂപത്തിൽ ഇതിനെ പഠിക്കാം. ശ്രദ്ധിച്ചോ, പല ക്വസ്റ്റ്യൻസിലിട്ട് പഠിക്കാം. ഇവിടെ 2 സമാന്തര വരകളെ ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുക, അല്ലെങ്കിൽ 3 സമാന്തര വരകൾ. ഒരു ഛേദകം. എന്താ പേര്? AB. എന്താ പേര്? CD. എന്താ പേര്? ABCD കഴിഞ്ഞ അടുത്തേതാ മക്കളെ അക്ഷരം? പേര് EF. അവരെ തമ്മിൽ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാശാൻ കണ്ടില്ലേ? ട്രാൻസ്വേഴ്സൽ. കണ്ടോ ട്രാൻസ്വേഴ്സൽ അല്ലെങ്കിൽ ആ ഛേദകം. അയാൾക്കൊരു പേര് കൊടുക്കണ്ടേ? അയാൾക്ക് നമുക്ക് എന്ത് കൊടുക്കാം? എം എന്ന് കൊടുത്താലോ? MN. എവിടെയൊക്കെ അക്ഷരം കൊടുക്കണം? MN. അവിടെ ഒരു O എടുക്കട്ടെ, P എടുക്കട്ടെ, Q എടുക്കട്ടെ. എല്ലാ എൻഡുകളിലും നമ്മൾ അക്ഷരങ്ങൾ, എല്ലാ വെർട്ടെക്സുകളിലും നമ്മൾ അക്ഷരങ്ങൾ കൊടുത്തു കഴിഞ്ഞു. എല്ലാ പോയിന്റുകളിലും അക്ഷരങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലെ സമസ്ഥാനീയ കോണുകളാണ് എഴുതേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് ദിസ് ഫിഗർ. ഫൈൻഡ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് ദിസ് ഫിഗർ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് AB, CD, EF are parallel. Find corresponding angles. ചിത്രത്തിലെ സമാന കോണുകൾ കാണുക. ഏതൊക്കെ സമാന്തരമാണ്? AB, CD, EF. ഇവ സമാന്തരമാണ്. അപ്പോൾ ഈ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഈ കാണുന്ന ചിത്രത്തിലെ സമാന കോണുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നമ്മൾ എഴുതണം. അപ്പോൾ ഇതാണ് നമ്മുടെ പദം. ഏതൊക്കെയാണ് സമാന്തര വരകൾ? AB, CD, EF. ഇവർ 3 പേരും സമാന്തരങ്ങളായ വരകളാണ്. അവരെ കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സലാണ് ON എന്ന് പറയുന്നത്. എങ്കിൽ നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ സമാന കോണുകളെല്ലാം എഴുതാൻ പറ്റണം. ഓക്കെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കാം. സമാന കോണുകൾ നമുക്ക് എഴുതാം. ഇവിടെ O ആണ് അക്ഷരേ. അപ്പൊ ശ്രദ്ധിക്കേ, നമ്പർ കൊടുക്കാം. നമുക്ക് ആംഗിൾസിന് ആദ്യം ഒരു നമ്പർ കൊടുത്താലോ? 1, ഇവിടെ 2, 3, 4, 5, 6. ഇവിടെ ഉണ്ടല്ലോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10,
11, 12. ആംഗിൾസിനെല്ലാം നമ്മൾ നമ്പർ കൊടുത്തു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇനി നോക്കാൻ പറ്റുമല്ലോ ഏതൊക്കെയാണ് ഇവിടെ. അപ്പം ഇവിടെ ഏതൊക്കെയാണ് കറസ്പോണ്ടിങ് എന്ന് ആദ്യം നമുക്ക് അക്ഷരം വെച്ച് എഴുതാം. ശ്രദ്ധിക്കുക, അക്ഷരം വെച്ച് അല്ല, നമുക്ക് ആദ്യം ആ സംഖ്യ വെച്ച് നോക്കാം. സംഖ്യ വെച്ച് അടയാളപ്പെടുത്തിയേക്കുന്നത് നോക്കാം. 1, 2, നമുക്കിവിടെ മൊത്തം 12 ആംഗിൾസ് കോണുകളാണ് ഉള്ളത്. അതിലേതൊക്കെയാണ് സമാനമായിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്ക് ഒന്നാമത്തെ ആംഗിൾ 1, ഇവിടുത്തെ 1 കണ്ടു. 1 ഏതിനൊക്കെ തുല്യമാകാം? ഈ വര കണ്ടു. എ ബി എന്ന് പറയുന്ന വരയിൽ 1 വന്ന അതേ പൊസിഷനിൽ സി ഡി എന്ന് പറയുന്ന വരയിൽ വന്നേക്കുന്ന സംഖ്യ ഏതാണ്? 5 ആണ്. ഇ എഫ് എന്ന് പറയുന്ന വരയിൽ വന്നേക്കുന്ന സംഖ്യ ഏതാണ്? 9 ആണ്. അപ്പൊ 1 സമം 5 സമം 9 അല്ലയോ? 1 സമം 5 സമം 9. 1 സമം 5 സമം 9 ആണോ? 1 സമം 5 സമം 9. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ ഒന്നാമത്തെ പാഠം കോണുകൾ പഠിച്ചപ്പോൾ കോണിന്റെ പേരെഴുതാൻ പഠിച്ചില്ലേ? എങ്ങനെയാണ് നമ്മൾ കോണിന്റെ പേര് പറയുന്നത്? ഈ ഒന്നാമത്തെ ആംഗിളിന്റെ പേരെന്ന് പറഞ്ഞ് 1 എവിടെ തുടങ്ങാം? ഓയിൽ തുടങ്ങി. ഇവിടെ ഏതക്ഷരം? എം ആണ്. എമ്മിൽ വളഞ്ഞു എയിൽ പോകും. എങ്ങനെ? ഓയിൽ തുടങ്ങി എമ്മിൽ വളഞ്ഞു എയിൽ പോകും. നമ്മളൊരു പാട്ടായിട്ട് പറഞ്ഞാലോ? ഓയിൽ തുടങ്ങി എമ്മിൽ വളഞ്ഞു എയിൽ തീരുന്ന ആംഗിളാണേ, പേരു പറഞ്ഞാലോ എമ്മേ, നേരു പറഞ്ഞാലോ എമ്മേ. ആംഗിൾ ഓ എം എ ഈസ് ഈക്വൽ ടു അടുത്ത ഏതാ മക്കളെ? നമ്പർ 5. നമ്പർ 5ന്റെ പേര് പറയേ. നമ്പർ 5ന്റെ പേര് പറയേ. അത് നമുക്ക് ഓയിന്ന് തുടങ്ങാം, പിയിൽ വളയ്ക്കാം, സിയിലേക്ക് പോകാം. അപ്പൊ എങ്ങനെ പറയാം? ഓയിൽ തുടങ്ങി പിയിൽ വളഞ്ഞു സിയിൽ തീരുന്ന ആംഗിളാണേ, പേരു പറഞ്ഞാൽ ഒ പി സി, നേരു പറഞ്ഞാൽ ഒ പി സി. ആംഗിളിന്റെ പേരെന്താ? ഒ പി സി. അതായതാ 5. ഇനി അടുത്ത മൂന്നാമത്തെ വരയിൽ വരുന്ന 9 നോക്കൂ. അതും നമുക്ക് ഓയിന്ന് തന്നെ പോകാം. ഓയിന്നോ എമ്മിന്നോ പിന്നോ എവിടുന്ന് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഓയിന്ന് തന്നെ പോകാം. ഓയിന്ന് പോവുകയാണെങ്കിൽ എൻ്റെ പേരെങ്ങനെ പറയാം? തുടങ്ങുന്ന എല്ലാ ഓയിൽ വെച്ചങ്ങ് തുടങ്ങുമ്പോൾ നമുക്ക് തെറ്റാതിരിക്കും. ഓയിൽ തുടങ്ങി വളയുന്ന എവിടെ? എന്നിൽ വളഞ്ഞു എവിടെ പോവും? ഈയിൽ പോവും. അപ്പോൾ പാട്ട് പാടി പറയേ. ഓയിൽ തുടങ്ങി എന്നിൽ വളഞ്ഞു ഈയിൽ തീരുന്ന ആംഗിളാണേ, പേരു പറഞ്ഞാൽ ഓ എന്നി, നേരു പറഞ്ഞാൽ ഓ എന്നി. ആംഗിൾ ഓ എൻ. ഇത് മൂന്നും എന്താണ്? ആ ഒരു ഭാഗത്തെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്, അല്ലെങ്കിൽ സമാന കോണുകളാണ്. ഇനി അടുത്ത അക്ഷര സെറ്റ് നോക്കാം നമുക്ക്. ഇവിടെ എല്ലാം എഴുതിയല്ലോ. അടുത്ത 2 വെച്ച് നോക്കാം. 2 തുല്യം. ഇവിടെ അല്ലേ 2 മക്കളെ? 2 ഇവിടെ 2 തുല്യമായിട്ട് ആരാ കിടക്കുന്നത്? ഇവിടെ 6ഉം ഇവിടെ നമുക്ക് 10ഉം ആണ് കിടക്കുന്നത്. ഇവിടെ 2ന്റെ പൊസിഷൻ ഇവിടെ 6 ആണ്, ഇവിടെ 10 ആണ്. അപ്പൊ 2 സമം 6 സമം 10. 2 സമം 6 സമം 10. രണ്ടാമത്തെ കോണിന്റെ പേര് പറയാല്ലേ? അത് നമുക്ക് ഓയിൽ തുടങ്ങിയാൽ മതിയല്ലോ. ഓയിൽ തുടങ്ങി എമ്മിൽ വളഞ്ഞു, പക്ഷേ താഴോട്ടാണ് വരേണ്ടത്. അപ്പൊ ഓയിൽ തുടങ്ങി എമ്മിൽ വളഞ്ഞു എവിടെ പോകണം? ബിയിലേക്ക് പോകണം. അപ്പൊ പേരെങ്ങനെ പറയാം? ഓയിൽ തുടങ്ങി എമ്മിൽ വളഞ്ഞു ബിയിൽ തീരുന്ന ആംഗിളാണേ, പേരു പറഞ്ഞാലോ എം ബി, നേരു പറഞ്ഞാലോ എം ബി. ആംഗിൾ ഓ എം ബി സമം. അടുത്തത് എങ്ങനെ പറയും? 6 അല്ലേ? 6 എങ്ങനെ? ഓയിൽ തുടങ്ങി ബിയിൽ വളഞ്ഞു ഡിയിൽ തീരുന്ന ആംഗിളാണേ, പേരു പറഞ്ഞാലോ പി ഡി, നേരു പറഞ്ഞാലോ പി ഡി. ആംഗിൾ ഒ പി ഡി ഈസ് ഈക്വൽ ടു. അടുത്ത 10 ഉണ്ടോ? 10. അപ്പൊ എങ്ങനെ? ഓയിൽ തുടങ്ങി എന്നിൽ വളഞ്ഞു എഫിൽ തീരുന്ന ആംഗിളാണേ, നേരു പറഞ്ഞാലോ എൻ എഫ്, നേരു പറഞ്ഞാലോ എൻ എഫ്. ഏതാ ആംഗിളിന്റെ പേര്? ഒ എൻ എഫ്. ഒ എൻ എഫ്. 2 സെറ്റായി. ഇനി അടുത്ത 2 സെറ്റ് ഉണ്ട്. അടുത്ത 2 സെറ്റ് നിങ്ങളുടെ ഹോംവർക്കാണ്. നിങ്ങൾ പാട്ട് പാടി അത് എഴുതണം. ഇത് ഇത്ര എഴുതിയെടുത്തിട്ട് അടുത്ത 2 സെറ്റ്. അടുത്ത സെറ്റുകൾ ഏതൊക്കെയാണെന്ന് സംഖ്യ വേണമെങ്കിൽ ഞാൻ എഴുതിയിടാം. സംഖ്യകളുടെ പേര് പറയട്ടെ. ഇവിടെ ഏതാ? 3, ഇവിടെ 3. അപ്പൊ ഇവിടെ
അതേ ഭാഗം 7 ഇവിടെ 11, 4 വീതം കൂട്ടിയാൽ പോലെ 3 4 7 7 4 11. ഓക്കെ, 3 സമം 7 സമം 11 സ്വന്തമായിട്ട് ചെയ്യണം. മൂന്നാമത്തെ പേര് നിങ്ങൾക്കറിയാലോ. മൂന്നാമത്തെ പേര് എവിടുന്ന് വരാം? ഇവിടുന്ന് ഇങ്ങോട്ട് വന്നാ, ഇവിടുന്ന് വരണം. QMA എന്താണ്? QMA, QPC, QNE. അത് നിങ്ങൾ പാട്ട് പാടി നിങ്ങൾ എഴുതണം. ക്യൂന്ന് തുടങ്ങിയാലും മതി, പിന്ന് തുടങ്ങിയാലും മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ക് തുടങ്ങാം. പിന്നെ അടുത്ത സെറ്റ് ഏതാ? ഒരു സെറ്റ് കൂടി ഉണ്ടല്ലോ. അടുത്ത 3 പറഞ്ഞാൽ 4. 4 സമം 4ന് തുല്യം ആരാ? 8 സമം അതിവിടെ ആരാ? 12. 4 സമം 8 സമം 12. നാലാമത്തെ പേര് ക്യൂവിൽ തുടങ്ങി എമ്മിൽ വളഞ്ഞു ബിയിൽ തീരുന്ന ആംഗിളാണ്. 8ന്റെ പേര് ക്യൂവിൽ വളഞ്ഞു ബിയിൽ തുടങ്ങി ക്യൂവിൽ തുടങ്ങി ബിയിൽ വളഞ്ഞു ഡിയിൽ തീരുന്ന ആംഗിളാണ്. ലാസ്റ്റ് 12ാമത്തെ പേര് ക്യൂവിൽ തുടങ്ങി എന്നിൽ വളഞ്ഞു എഫിൽ തീരുന്ന ആംഗിളാണ്. അപ്പം ഇത് ബാക്കി ഇത് രണ്ടും നിങ്ങൾ ഹോംവർക്കായിട്ട് ആംഗിൾസിൻ്റെ പേര് എഴുതണം. ഹോംവർക്കായിട്ട് ആംഗിൾസിൻ്റെ പേര് എഴുതണം. ഓക്കെ, ഒരു ഹോംവർക്ക് കൂടി നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഹോംവർക്ക് നിങ്ങൾ ചെയ്യണം. ഇതുകൂടാതെ ഒരു ഹോംവർക്ക് കൂടി തരാൻ പോവുകയാണ്. ഈ ചിത്രത്തിൽ അത് നമ്മുടെ പടം ഒരു സാമാന്തരികമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഇച്ചിരി കഴിഞ്ഞ് വിശാലമായിട്ട് പഠിക്കും. ABCD ഒരു സാമാന്തരികമാണ്. അതിനകത്ത് ABയും CDയും പാരലാണ്, സമാന്തരമാണ്. അതുപോലെ കുറുകെ കിടക്കുന്ന ACയും BDയും പാരലാണ് അല്ലെങ്കിൽ സമാന്തരമാണ്. എങ്കിൽ നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന 2 വെർട്ടെക്സുകളെ 2 ശീർഷങ്ങളെ ഞാൻ വെളിയിലേക്ക് നീട്ടി വരച്ചിട്ടുണ്ട്. ആ വെളിയിലേക്ക് നീട്ടി വരച്ചിരിക്കുന്ന വെർട്ടെക്സുകളുടെ അക്ഷരങ്ങൾ ഇയും മുകളിലോട്ട് പോയിരിക്കുന്നുണ്ട് ഇത് എഫുമാണ്. എങ്കിൽ നമ്മൾ ഇവിടുത്തെ ഫൈൻഡ് കറസ്പോണ്ടിങ് ആംഗിൾ, സമാന കോണുകൾ കണ്ടുപിടിക്കണം. സമാന കോണുകൾ ഇതുപോലെ നേരത്തെ പടത്തിൽ നമ്മൾ എഴുതിയതുപോലെ നോക്കി നമുക്ക് എഴുതാൻ പറ്റും. ആ സമാന കോണുകൾ നിങ്ങൾ എഴുതണം. സമാന കോണുകൾ തോനെയൊന്നുമില്ല. അവിടെ 2 സെറ്റ് സമാന കോണുകളെ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. 2 സെറ്റ് എഴുതാൻ പറ്റത്തുള്ളൂ. ആ 2 എണ്ണം നിങ്ങൾ തെറ്റാതെ നോക്കി എഴുതണം. അത് നിങ്ങളുടെ ഹോംവർക്കാണ്. അടുത്ത ദിവസം ഈ ഹോംവർക്കിൻ്റെ ആൻസർ പറഞ്ഞു തരാം. നോക്കി ശ്രദ്ധിച്ച് ചെയ്തോളണം.